എന്നോട് ചോദിച്ചതാ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അയ്യോ ശരിയാണല്ലോ, ഞാൻ വിട്ടുപോയ സംഭവമാണ്. പുള്ളിക്കാരത്തി എന്നോട് ചോദിച്ചു, എന്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു. അപ്പൊ ആളുകൾക്ക് ഇഷ്ടമുണ്ട് സംഭവങ്ങളൊക്കെ കാണാനായിട്ട്. നമുക്ക് കുറെ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വരാൻ പറ്റുന്ന ഒരു അവസരം വരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ നിന്ന് പോയത്. ഇനി എന്താ നെക്സ്റ്റ് പുതിയ കഥകൾ എന്തെങ്കിലും മനസ്സിൽ? കഥകൾ 2-3 ഉണ്ട്, ചെറിയ ചെറിയ നല്ല ഷോർട്ട് ഫിലിമിന് പറ്റിയ ത്രെഡ് എൻ്റെ ഉണ്ട്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു സമയം കിട്ടണം. സമയം കിട്ടി അത് ഇരുന്ന് ആലോചിച്ച്, ഇതുപോലെ എന്തായാലും ഇസ്തിരി ഒരു നല്ല അഭിപ്രായം കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇസ്തിരി കഴിഞ്ഞ് ഇനി കുറച്ച് കഴിയട്ടെ. സന്ധ്യയുണ്ട്, സന്ധ്യ റെഡിയാണ്. സന്ധ്യ ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ചെയ്യും അങ്ങനെ. അതെ, ഈ ഒരു ഇമോഷണൽ ഒരു സെന്റിമെന്റൽ ഒരു ഷോർട്ട് ഫിലിമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി ഇരിക്കുന്ന സ്റ്റോറീസ് ഒക്കെ എങ്ങനെയാണ്? അല്ല, അതൊക്കെ നമുക്ക് ഇതേപോലെ കുറച്ച് വിഷമം തരത്തില് ലാസ്റ്റ് ഒരു സന്തോഷം വരുന്ന കോമഡി അല്ല. ഇല്ല, ഞാൻ കോമഡി ചെയ്യെങ്കിലും എനിക്ക് അങ്ങനെ കോമഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. എനിക്കിഷ്ടമല്ല. എനിക്ക് എപ്പോഴും ആൾക്കാരുടെ മുമ്പിൽ അവര് തൃപ്തിയാവണം, കണ്ട് കൊള്ളാം, നന്നായിരിക്കുന്നു. എനിക്ക് അങ്ങനത്തെ കുറച്ച് ഫീൽ ഗുഡ് സാധനങ്ങള്, സീരിയസ് സാധനങ്ങൾ അത്ര എനിക്കിഷ്ടം. അങ്ങനത്തെ താല്പര്യം. സിനിമകൾ അപ്പൊ പോയി കാണാനും ഇഷ്ടപ്പെടുന്ന അത്തരം മൂവീസ് ആണോ? തീർച്ചയായിട്ടും. എൻ്റെ ഒരു പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ കോമഡി കാണുമ്പോ ചിരിക്കില്ല. അതെന്താ? ഭയങ്കര കുറവാ ചിരി. എനിക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കും, സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരുന്ന് കാണും, പക്ഷെ എല്ലാരെ പോലെ എനിക്ക് ചിരി വരില്ല. ജഡ്ജായിട്ടൊക്കെ കൊണ്ടുപോകാത്ത കാര്യമായോ? ജഡ്ജിയായിട്ട് പോകുമ്പോഴൊക്കെ എന്നോട് അവിടുന്ന് പറയും, ഡയറക്ടർ പറയും, തസ്നിത്ത ഒന്ന് ചിരിക്കൂ. എനിക്ക് ചിരിയുണ്ട്, എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഉള്ളി പൊട്ടിച്ചിരിക്കുക. ഞാൻ അട്ടഹസിച്ച് ചിരിക്കില്ല. അത് ഭയങ്കര പ്രശ്നമാണത്. അയ്യോ, ഈ കോമഡി കാണുമ്പോ മാത്രമാണോ, അത് അല്ലാണ്ട് ഇങ്ങനെ ചിരിയുടെ കാര്യം എങ്ങനെയാ? എനിക്കറിയില്ല മോളെ, അത് എന്താ സംഭവിച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ ചിരി വരാത്ത മനുഷ്യൻ ചിലർ എനിക്ക് കരച്ചിൽ വരാറില്ല. എന്റെ മൈൻഡ് എപ്പോഴും പോകും. അപ്പൊ എല്ലാരും ചോദിക്കും, സോൺ ഔട്ട് ആവും. ഞാൻ സോൺ ഔട്ട് ആവുന്ന, ഞാൻ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ അത് മൈൻഡ് വേറെ എന്താ പറയും. സ്കൂളിലൊക്കെ വെച്ചിട്ടേ ടീച്ചർമാർ എത്ര ചോക്കർ കിട്ടിയിട്ടുണ്ടോ അറിയാം. എനിക്ക് ക്ലാസ് എടുക്കുമ്പോ ഇങ്ങനെ ഇരിക്കും, സ്വപ്നം കാണും. ചോക്ക് കിട്ടുമ്പോ അയ്യോ എന്താ ടീച്ചർ, മിസ് എവിടാണ്? ചിലപ്പോ ഒരു നിമിഷം കൊണ്ട് ഞാൻ അമേരിക്കയിലൊക്കെ പോകും. അയ്യോ, സ്വപ്നജീവിയായിരുന്നോ? അമേരിക്കയിലോ ദുബായിലൊക്കെ പോകും. ഇങ്ങനെ എന്താന്നറിയില്ല, ഇങ്ങനെ പോകും ഞാൻ. കണ്ണു തുറന്ന് ഒരുപാട് ആലോചനിക്കുന്ന ഒരാളാണ്. ഓവർ തിങ്കർ ആണോ? ഭയങ്കര ഒരു കാര്യമില്ലാത്താണ്, അട്ടർ വേസ്റ്റ് ആണത്. അതെ, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സമയത്ത് തന്നെ പല പല കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ കൂടെ നമുക്ക് ചിലപ്പോ ഭ്രാന്ത് പിടിക്കും. അട്ടർ വേസ്റ്റ്. തിങ്ക് ചെയ്യുന്ന നിർത്തുന്ന നമുക്ക് തന്നെ തോന്നൂലേ? മോശ സ്വഭാവമാണത്. അല്ല, ഇത് തിങ്ക് ചെയ്യുന്നത് നിർത്തുന്നത് നമുക്ക് തന്നെ തോന്നൂലേ? ഇത് എന്തിനാ ഇത്ര അനാവശ്യമായിട്ട് ആലോചിച്ച് കൂട്ടുന്നതെന്ന്. നേരെ മറിച്ച് എന്റെ മനസ്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് അങ്ങ് എഴുകി ചേർന്ന് പിന്നെ ഒന്നും ചിന്തിക്കില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ കുഴപ്പമില്ല ഇത് ചെയ്യാം എന്നുള്ളതൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ വേറെ പോയിക്കോളും. പക്ഷേ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിലെ തന്നെ ഇൻവോൾവ് ചെയ്യുന്നത്. കാരണം ഇത് എങ്ങനെ നന്നാക്കണം, ഇത് എൻ്റെ ഹീറോയിൻ എല്ലാവർക്കും നല്ല അഭിപ്രായം കിട്ടണം, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട്. ദേഷ്യം വരുമോ പെട്ടെന്ന്? അങ്ങനെ അത്ര പെട്ടെന്ന് ദേഷ്യം വരില്ല. ഒരുപാട് സഹിക്കും, ഞാൻ ക്ഷമിക്കും. പക്ഷെ അങ്ങനെയുള്ളവര് അവസാനം പൊട്ടിത്തെറിക്കുമ്പോൾ ഭയങ്കരമായിരിക്കും. പക്ഷെ ഭയങ്കരമായിട്ട് ഞാൻ കൺട്രോൾ ചെയ്യും ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ അറ്റം വരെ ക്ഷമിച്ചിരിക്കുന്ന കൂട്ടത്തിലല്ലേ? ഇതിൽ എനിക്ക് ക്ഷമയൊന്നും വന്നിട്ടില്ല. എല്ലാവരും പെട്ടെന്ന് ദേഷ്യം വരും. അയ്യോ, ഞാൻ ദേഷ്യം കേട്ടിട്ടുണ്ട്. ആണോ? ഞാൻ പറയും ക്ഷമിച്ചിരിക്കില്ല. പക്ഷെ അങ്ങനെയുള്ളവര് വേഗം തണുക്കുകയും ചെയ്യും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉള്ളിൽ അങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ പറയും. അതെ, പറഞ്ഞാൽ അപ്പൊ തന്നെ തീരും. ഞാൻ പിന്നെ ക്ഷമിച്ചിരിക്കില്ല. എന്റെ സെറ്റില് ഭയങ്കര ജോളിയായിരുന്നു. നമ്മുടെ കാശല്ലേ. പിന്നെ ബീന ഉണ്ടായിരുന്നു, മോൻ വരും, മനോജ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മുടെ ആൾക്കാരൊക്കെ തന്നെ. പിന്നെ സ്നേഹ എന്ന് പറഞ്ഞ കുട്ടി നന്നായിട്ട് വർക്ക് ചെയ്തു. ഏതെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അതെ വീണ്ടും പോകും ഷൂട്ട്. ബീന ചേച്ചി, തസ്നീത്ത, നമ്മള് എത്ര വർഷമായിട്ട് ആ ഒരു കോംബോയിനെ കാണാം. എന്ത് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പാണ്. എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് പെട്ടെന്ന് പറയാനുള്ളത്? ഞാനും അവളും തുടക്കകാലത്തെ ഉണ്ടല്ലോ. ഞാനാണ് സീനിയർ, ഞാൻ ആദ്യം വന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബീന വന്നത്. പക്ഷെ നമ്മൾ ഒരുമിച്ച് കുറച്ച് പടങ്ങൾ
ആ കാലത്ത് ഹീറോയിൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. പിന്നെ ബീന നല്ല തിരക്കായി, നല്ല ബിസിയായി, സീരിയലിലൊക്കെ ഹീറോയിനായിട്ട് നന്നായിട്ട് വന്നു. ഞാൻ സിനിമ തന്നെ ഇടക്കിടക്ക് ഞാൻ സീരിയൽ കുറച്ച് വളരെ കുറവാണ് ആദ്യകാലങ്ങളിൽ ചെയ്തത്. കുറച്ച് ഏഷ്യാനെറ്റിൻ്റെ കുറച്ച് സീരിയൽസ്, സ്വരരാഗം, പിന്നെ അതേപോലെ ഗോകുലം, സമയം, അങ്ങനെ കുറേ നല്ല സീരിയൽ ഉണ്ടായിരുന്നു. പിന്നെ പടം കിട്ടി തുടങ്ങി. പിന്നെ അങ്ങനെ 1 കൊല്ലം 2 പടങ്ങളൊക്കെ ആയി. അങ്ങനെ പിന്നെ 2010 കാര്യസ്ഥം കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ബിസി ആയത്. ഞാൻ കുറച്ച് ബിസി ആയി തുടങ്ങിയത്. ഈ കാര്യസ്ഥനിലെ സീൻ എന്റെ പൊന്നോ, എപ്പോ കണ്ടാലും ഇപ്പൊ സ്റ്റിക്കറുകൾ പോലും നമ്മൾ വാട്സപ്പിൽ ഇടുന്നുണ്ട്. സുരാജേട്ടനുമായിട്ടുള്ള ഒരു കോംബോ ഇപ്പോഴും അത് ആ സുരാജും ഞാനുള്ള ആ കോംബോ തന്നെ ഇപ്പത്തെ ലേറ്റസ്റ്റ് പാട്ടിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പാട്ടിട്ടിട്ട് നിങ്ങൾ തമ്മിലുള്ള ഏത് പാട്ടിട്ടാലും അത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ആ മറ്റേ ഇതൊക്കെ എറിയുന്നതും റോക്കറ്റ് എറിയുന്നതും ഭയങ്കര എൻജോയ് ചെയ്തൊരു സെറ്റാന്ന് തോന്നുന്നല്ലോ. നല്ല സെറ്റായിരുന്നു. നല്ല എനിക്ക് കുറച്ച് ബ്രേക്ക് തന്ന പടം തന്നെയായിരുന്നു അത്. അതെ, അതിനകത്തും ഉണ്ടല്ലോ പിന്നെ ഈ സീരിയൽ ആർട്ടിസ്റ്റുകൾ എല്ലാവരും വരുന്ന ഒരു സോങ്ങും ഒക്കെ നല്ലതായിരുന്നു. ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ ഈ ഒരു നിങ്ങളുടെ ആ ഒരു കോംബോയിലുള്ള? ഏത് കാര്യസ്ഥനിലെ? കാര്യസ്ഥല് ഓരോ സീൻസും നല്ലതായിരുന്നു. ഞാൻ ആ ഒരു ഈ നമ്മുടെ അശോകേട്ടൻ വന്ന് പറയുന്നുണ്ട്, അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. സുരാജ് പടിപ്പുറത്ത് കയറുന്നുണ്ട്, അനുരാഗ വിലോചന പാട്ടില്ലേ, ആ സീനിൽ വന്ന് പറയുന്നുണ്ട്, അവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. എൻ്റെ വിചാരം സുരാജ് കാശുകാരനാണെന്നാണ്. സുരാജിന്റെ വിചാരം ഞാൻ ഭയങ്കര വീട്ടിലെ പെങ്ങളാണ്. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകളാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ പടിമേലെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഓടി അവിടുന്ന് സ്ലോ മോഷനിൽ വരുന്നുണ്ട്. അപ്പൊ അത് ഒരു വേറെ ഷോട്ടായിരുന്നു, സുരാജിന്റെ കൂടെ അല്ലായിരുന്നു. ആ ഷോട്ട് ഓടി വന്നു കഴിഞ്ഞ് സുരാജിനെ കാണണം, ആ എക്സ്പ്രഷൻ ഇടണം, നാണം കുടുങ്ങണം, ഇങ്ങനെ നാണിച്ചു പോകണം. അത്രയും ഒറ്റയ്ക്ക് സുരാജിന് അല്ലാതെയാണ് ചെയ്യുന്നത്. അത് ചെയ്തു കഴിഞ്ഞപ്പം നെക്സ്റ്റ് സുരാജിനോട് പറഞ്ഞ് തെസ്നി ചെയ്തതിന്റെ അതേ ഓപ്പോസിറ്റ് ആണ് ഇനി സുരാജിന് ചെയ്യാനുള്ളത്. അപ്പൊ അത് തെസ്നി ചെയ്തത് എന്തൊക്കെയാണ്. അപ്പൊ സുരാജ് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യണില്ല. പക്ഷെ സുരാജ് ഭയങ്കര ഗംഭീരമായിട്ട്, ഞാൻ എക്സ്പ്രഷൻ ഇട്ട് സുരാജ് കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ സുരാജ് അത് ഗംഭീരമായിട്ട് അത് ചെയ്തു. എല്ലാ സ്റ്റിക്കറും നിങ്ങളുടെ ഇത് വെച്ചിട്ട് എത്ര പുതിയ പുതിയ പാട്ടുകൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വീഡിയോ ഒരെണ്ണം വരും. അതിനകത്ത് ഇതേപോലെ അല്ലേ സലീം കുമാർ ഏട്ടനാണെങ്കിൽ ഇതേപോലെ മറ്റേ ചെടി പറിച്ചിട്ട് ഇങ്ങനെ സിസ്റ്റർ ആണല്ലോ. അതെ, അതൊക്കെ നല്ലൊരു മൊമെന്റ് തന്നെ ആയിരുന്നു എനിക്ക്. അതെ. അപ്പോ നമ്മുടെ ഇസ്തിരിയിലേക്ക് വരാം. ഇസ്തിരിയിലേക്ക് വരാനാണെങ്കിൽ ഇസ്തിരിയിൽ ഇതേപോലെ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് എന്തായിരിക്കും? ഇസ്തിരിയില് മറക്കാൻ പറ്റാത്ത എന്താണുള്ളത്? നമ്മുടെ ഷൂട്ട് സമയത്ത് തന്നെ ഇതിലെ ഒരു വില്ലനായിട്ടൊരാൾ പയ്യൻ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ഈ പയ്യന് ഒരു പ്രശ്നം എന്താ വെച്ചാൽ സ്പെക്സ് വെക്കുന്ന കുട്ടിയാണ്. ഈ സ്പെക്സ് എടുത്തു കഴിഞ്ഞാൽ കണ്ണിങ്ങനെ കിടന്ന് അടയും. ഒരു കാരണവശാലും ക്യാമറയിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. നമുക്കാണെങ്കിൽ പെട്ടെന്ന് തീർക്കും വേണം. 2ാമത്തെ ദിവസമാണ് ഇത് എടുക്കുന്നത്. ഞാൻ പ്ലീസ് അത് കണ്ണടക്കാതെ ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരുപാട് ടേക്കുകൾ പോയി അല്ലേ? അത് ഒരുപാട് ടേക്ക് പോയി. എപ്പോഴൊക്കെ ഇങ്ങനെ അവിടെ മരിച്ചിട്ട് കൊണ്ട് കിടത്തുന്നില്ല, ആ സമയത്ത് കണ്ണടയ്ക്കും. കണ്ണിന് റെസ്റ്റ്. അതാണ് നിങ്ങൾ മരിച്ചെടുക്കുന്ന ഷോട്ട് ഇച്ചിരി നേരം മാത്രം പിന്നെയും പറയും, എടാ നീ കണ്ണടക്കരുതെന്നില്ല. അപ്പൊ ഇങ്ങനെ കിടക്കും. പിന്നെ ക്യാമറ പിന്നെ ഇങ്ങനെ കണ്ണടയ്ക്കും. ആ പയ്യന്റെ സീൻസിൽ കുറച്ച് ഞാൻ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുറേ ടേക്കുകളൊക്കെ എടുത്തു. പക്ഷേ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഡബ് ചെയ്ത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പം ആ പയ്യൻ വളരെ നന്നായി തോന്നി. അത് ശരിക്കൊരു അത്ഭുതം തന്നെ തോന്നിപ്പോയി. കോളനിയാണ് ഷൂട്ട് ചെയ്യുന്നത്. റിയൽ ആയിട്ട് കൊച്ചിയിലാണോ? നമ്മളിവിടെ തമ്മനത്ത്. അതെ. അപ്പൊ നിങ്ങള് മറ്റേ എന്റെ വീട്ടില് ജോലിക്കൊക്കെ വരുന്നത് ശാന്തമ്മ ചേച്ചിയുണ്ട്. ചേച്ചിയുടെ വീടാണത്. നമ്മുടെ സന്ധ്യയുടെ വീടായിട്ട് കാണിക്കുന്നത്. ഈ അതിനകത്തെ അതേപോലെ ഈ സന്ധ്യയുടെ അനിയത്തി സ്നേഹ UK അബ്രോഡ് പോകാൻ വേണ്ടിട്ടൊരു ഇത് നടത്തുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഒത്തിരി ആളുകളൊക്കെ വന്നിട്ടുണ്ട്. കോളനിയിലെ പിള്ളേരാണ്. അല്ല, ഇവര് വെറുതെ വന്ന എല്ലാരും ഭയങ്കര സഹകരണമായിരുന്നു. അത് ഞാൻ ആലോചിച്ചു, ഇത്രയും ഒരു ഷോർട്ട് ഫിലിമിനൊക്കെ അത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അടുത്തുള്ളവരോടൊക്കെ മക്കളെ വന്ന് നിക്കുന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാരും കൂടി വന്ന് നിന്നതാണത്. അതെ, നല്ല സഹകരണമുണ്ട് കോളനിയിലെ ആൾക്കാർക്ക്. നല്ല കോപ്പറേറ്റീവ്. അതേപോലെ സിദ്ദിഖ് സാറാണ് പൂജയ്ക്ക് വന്നത്. സിദ്ദിഖ് സാറിനോട് ഞാൻ കഥ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ നല്ല കാര്യം, ട്രൈ ചെയ്യും, നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പൂജയ്ക്ക് ഞാനും സന്ധ്യയും കൂടി സിദ്ദിഖ് സാറിനെ പോയി വിളിച്ചു. സാറ് വന്നു, പൂജയ്ക്ക് വന്ന് ഫസ്റ്റ് ക്ലാപ്പ് അടിച്ചു. ഇനി തെസ്നി തുടങ്ങിക്കോ എന്ന് കൈ തന്നു. അത് കഴിഞ്ഞ് എല്ലാ എഡിറ്റിങ്ങും ഡബ്ബിങ്ങും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം
ഈ ഇതും കൊണ്ട് ഞാനും സന്ധ്യയും കൊണ്ടും സിദ്ദിഖ് സാറിൻ്റെ വീട്ടിൽ പോയി ഇത് ഫുൾ കാണിച്ചു കഴിഞ്ഞ് സാർ ഇങ്ങനെ ഫുൾ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് കൈ തരാൻ പറഞ്ഞു. എനിക്കും സന്ധ്യക്കും കൈ തന്നു. ഇനി ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കോട്ടോ എന്ന് പറഞ്ഞു. അതൊന്നും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സിദ്ദിഖ് സർ അതെ, ഡയറക്ടർ സിദ്ദിഖ് സർ. അപ്പോൾ ആ സമയത്ത് അന്നായിരുന്നു നമ്മുടെ മൂവിയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞത്. അതെ. അപ്പൊ ശരിക്കും ഇപ്പം ആ ഒരു സങ്കടം കാണും അല്ലേ, ഇപ്പൊ നമ്മള് വീണ്ടും? തീർച്ചയായിട്ടും ഭയങ്കര സങ്കടമുണ്ട്. അതെ, അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ അങ്ങനെയാണല്ലോ ലൈഫ്. അതെ 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 അല്ലേ? അതെ. അതൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഓർമ്മയാണ് ഇതിന്റെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാനും വെയിറ്റിംഗ് ആണ് കാണാനായിട്ട്. താങ്ക് യു സോ മച്ച്.